ഇന്നിവിടെ കാനഡ ഡേ ആണ് കേട്ടോ. അപ്പോൾ കാനഡ ഡേ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഇൻഡിപെൻഡൻസ് ഡേ പോലെ തന്നെ ഇവരും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് കാനഡ ഫോം ചെയ്ത ദിവസം. അപ്പം ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാഗ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ, ഇവിടെയും അതൊക്കെ ഉണ്ട്. ഇതെനിക്ക് ബസ്സിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ കാനഡ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന കാണാം. പിന്നെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫ്ലാഗ്സ് ഒക്കെ വെച്ച് അലങ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാഗ്സ് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ആഘോഷമാണ് അവർക്കെന്ന്. പിന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യാസമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ്ലി അവരെന്താ പറയുക, ക്ലോസ്ഡ് ആണ്. എല്ലാ സ്റ്റോഴ്സും എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പക്ഷേ എല്ലാം ഓപ്പൺ അല്ലേ, അങ്ങനത്തെ ഗവൺമെൻറ്റും അങ്ങനത്തെ സ്ഥാപനങ്ങളല്ലേ അവധിയായിട്ടുള്ളൂ. ഇവിടെ പക്ഷേ കംപ്ലീറ്റ്ലി അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് കാനഡയെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ച് എന്താ പറയുക, കാനഡ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം കുറച്ച് എന്താ പറയുക, എന്താണെന്ന് അറിയാനായിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൊന്ന് വോളണ്ടിയറിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, അവിടെ പോയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ ബസ് യാത്ര ചെയ്ത് ഇറങ്ങേണ്ട സമയം ആവാറായി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും പാർക്കുകളിൽ വെച്ചായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. വിൻ്ററിലൊക്കെ നമുക്ക് നോക്കാനേ പറ്റത്തില്ല. പക്ഷേ ഈ പാർക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒന്നോ രണ്ടോ കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും ചെറിയ വലുതായിട്ട് ഒരുപാട് പാർക്കുകൾ അവൈലബിൾ ആണ്. ഞങ്ങളിതാ ബസ് ഇറങ്ങി നമ്മുടെ പാർക്കിലോട്ട് നടന്നു തുടങ്ങുകയാണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാവരും കാനഡയുടെ ആ ഒരു എന്താ പറയുക ഫ്ലാഗിൻ്റെ കളറിലുള്ള ഡ്രസ്സൊക്കെയാണ് മിക്ക ആൾക്കാരും ഇട്ടേക്കുന്നത്. അതിപ്പോൾ ചെറിയ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ അങ്ങ് എന്താ പറയുക അലിഞ്ഞങ്ങ് ചേരുകയാണ്. എനിക്ക് അതാണ് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ റിവർ വ്യൂയിലുള്ള പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് പരിപാടി നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ കുട്ടികളാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത്. കുറേ ഡോഗ്സ് ഒക്കെ നോക്കിയേ, എന്തോരം ഡോഗ്സാണ് നോക്കിയേ. ആക്ച്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ വരുന്ന പോലെ തന്നെ കേട്ടോ, നമ്മളെക്കാളും കെയറി ഡോഗ്സിനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ എന്താ പറയുക, എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഡോഗ്സാണ് കേട്ടോ. നാട്ടിലെ ഡോഗ്സ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഡോഗിനെ കണ്ടാലും ഞാൻ ഓടിപ്പോയി പിടിച്ച് തടവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെ ഒരു പോസ്റ്റിൽ എഴുതി വെച്ചിരുന്നതാണ്. എന്തായാലും പോട്ടെ, നമുക്ക് ഇപ്പം മിസ്സിങ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആ ബസ് പിടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.